മലയാള പ്രേക്ഷകർ ഒരു നടൻ്റെ പതനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ കാര്യമല്ല, ഫാസിലിൻ്റെ മകൻ ഫഹദ് ഫാസിലിൻ്റെ ഒരു അഭിനയത്തിലുള്ള മരണമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതൊക്കെ തീർന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഒന്നില്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ ഒരു പ്രാന്തനായി അഭിനയിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓളിയിടുക, ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് മൂപ്പരെ കയ്യിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൂപ്പര് അഭിനയിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യൻ അന്തിക്കാണ്ട് 1-2 പടത്തിൽ മൂപ്പര് അഭിനയിച്ചു. അത് വളരെ നാച്ചുറൽ അഭിനയമായിരുന്നു. അതുപോലെ തന്നെ തൊണ്ടിമുതലും എന്ന് പറഞ്ഞിട്ടൊരു പടം വന്നിട്ടുണ്ടായിരുന്നു, അതിലും വളരെ നാച്ചുറൽ അഭിനയമായിരുന്നു. അങ്ങനെ നാച്ചുറൽ അഭിനയത്തിൽ നിന്ന് മൂപ്പര് എപ്പോൾ പ്രാന്തം അഭിനയത്തിലേക്ക് കടന്നോ അന്ന് മുതൽ ഫഹദ് ഫാസിൽ ശരിക്കും പറഞ്ഞ അഭിനയ ജീവിതത്തിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ തമിഴിലും അതുപോലെ തെലുങ്കിലും ഒക്കെ പോയി അഭിനയിച്ചു. അതൊക്കെ മലയാളത്തിനും വരുന്നുണ്ട്, നമ്മൾ കണ്ടതാണ്. ഫഹദ് ഫാസിലിന് എന്തുണ്ട് അഭിനയം എന്നുള്ളത്. ഫഹദ് ഫാസിലിൻ്റെ കയ്യിലുള്ള നമ്പറുകളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് പാട്രിയറ്റിൽ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഒരു നടൻ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നടനെക്കുറിച്ച് നമ്മൾ എന്താ ചിന്തിക്കുക? വെറും കുറ്റിച്ചൂല് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു നടനാവണ്ട, ഒന്നും വേണ്ട, ഒരു സിനിമാ പാരമ്പര്യം ഒന്നും ഇല്ലാത്ത ഒരാൾ വന്നെങ്കിൽ ഇങ്ങനെ തിക്കും തിരക്കുമ്പോൾ ആളും കൂട്ടി ചാടി ഓടി ഒന്ന് അഭിനയിക്കാം. പക്ഷെ അതല്ലല്ലോ നാച്ചുറൽ അഭിനയം, അതല്ലല്ലോ. നാച്ചുറൽ അഭിനയം എന്ന് പറഞ്ഞാൽ നല്ല സംവിധായകരിൽ കിട്ടിക്കഴിഞ്ഞാൽ, നല്ല രീതിയിൽ കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് അഭിനയിക്കാൻ ഇപ്പോൾ മോഹൻലാലിനെ കഴിഞ്ഞാൽ വേറെ നടന്മാരുള്ളൂ. പക്ഷെ അതിന് ഈ ഒരു നടൻ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീരചരമം അടയാന്ന് പറഞ്ഞില്ലേ സിനിമാ മേഖലയിൽ, അതേപോലെ തന്നെ ഫഹദ് ഫാസിലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മുഴുവൻ ഈ നടൻ്റെ കയ്യിൽ ഒരു ചുക്കുമില്ല ചുണ്ണാമ്പുമില്ല എന്ന് പറഞ്ഞിട്ട് ഫഹദ് ഫാസിലിനെ പുറംകാലിക്ക് തല്ലി ഓടിക്കുന്ന പോലെ കാണുന്നത്. നമ്മളിപ്പോൾ കണ്ടതാണല്ലോ, ഓടും കുതിര ചാടും കുതിര. ഇതുപോലെയുള്ള വൃത്തികെട്ട പടങ്ങളിൽ അഭിനയിച്ച് ചില കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് ഇയാൾക്ക് യോഗം. ഇതിനു മുമ്പ് തന്നെ ഒരു പ്രാന്തം പടങ്ങൾ വന്നല്ലോ, ട്രാൻസ് എന്ന് പറഞ്ഞൊരു പടം വന്നല്ലോ. എന്താ കാട്ടിക്കൂട്ടുന്നത്? ഇമാനുവൽ എന്ന് പറഞ്ഞൊരു പടം വന്നു, അതിൽ നല്ലൊരു അഭിനയമായിരുന്നു. അതുപോലെ തന്നെ സത്യൻ അന്തിക്കാടിൻ്റെ 2 സിനിമയിലും മൂപ്പര് അഭിനയിച്ചു. അത് വലിയൊരു കുഴപ്പമില്ലാത്ത റോളുകളായിരുന്നു. പിന്നെ അഭിനയിച്ച ഫഹദിൻ്റെ റോളുകളെല്ലാം നമ്മൾ വളരെയധികം വെറുത്ത് ഇരിക്കുന്നു. ഒരു മലയാള നടന് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതിൽ നമുക്ക് ഒരുപാട് ദുഃഖമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ കാല് കുത്തി കേരളത്തിൽ നിൽക്കുക. ഇത് കേരളത്തിലും നിൽക്കും, അതുപോലെ തന്നെ തമിഴിലും പോവും, തെലുങ്കിലും പോവും. ഒരാൾക്ക് ഒരു വഞ്ചിയിലല്ലേ കാല് കുത്തി നിൽക്കാൻ പറ്റുള്ളൂ. അത് 2 വഞ്ചിയിൽ കാല് കുത്തി നിൽക്കാൻ തന്നെ നട പൊളിഞ്ഞു പോകും. അതിപ്പോൾ 3ാമത്തെ വഞ്ചിയിലും കൂടി കാല് കുത്തി നിന്ന് അവിടെ നിന്നും കൂടി കോടികൾ സമ്പാദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഹ്മാനുണ്ടായ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഈ നടൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും സൂക്ഷിച്ചില്ലെങ്കിൽ ഫഹദിനെ മലയാളത്തിലും വേണ്ടെന്ന് പറയും, തമിഴിലും വേണ്ടെന്ന് പറയും, തെലുങ്കിലും വേണ്ടെന്ന് പറയും. തമിഴന്മാർക്ക് വേറൊരു കാര്യമുണ്ട്, ഒറ്റ പടം പൊളിഞ്ഞാൽ മതി, പിന്നെ ഒരു ഒറ്റ പ്രൊഡ്യൂസർ തിരിഞ്ഞു നോക്കില്ല ആ നടൻ്റെ മുകളിലേക്ക്. അതുപോലെ തന്നെ തെലുങ്കിലും ഒരു 1-2 പടത്തിൻ്റെ കത്തിക്കൽ കഴിഞ്ഞാൽ പിന്നെ ആ നടനെ തിരിഞ്ഞു നോക്കില്ല. അപ്പോഴേക്കും മലയാളത്തിലെ മാർക്കറ്റും പോയിട്ടുണ്ടാവും, മലയാളത്തിലും മൂപ്പര് വേണ്ടാണ്ടാവും. മലയാളത്തിൽ ഇപ്പോൾ ഈ പാട്രിയറ്റ് പോലെയുള്ള പടങ്ങളിലെല്ലാം മൂപ്പര് അഭിനയിക്കുന്നത്, മൂപ്പരൊക്കെ വേണ്ടാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ നടത്തൻ്റെ കയ്യിലുള്ള നമ്പറുകളും കാര്യങ്ങളെല്ലാം തീർന്നു. ഇനി ഒരു ചുക്കും ചുണ്ണാമ്പും തേങ്ങയുമില്ല മൂപ്പരെ കയ്യിൽ. അതുകൊണ്ട് ഒരു നടൻ്റെ അന്ത്യം, ഞാൻ പറയുന്നത് അഭിനയത്തിൻ്റെ അന്ത്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ഇത്രേ പറയുള്ളൂ.